നമ്മൾ നേരെ ഹരിയാനയിലേക്കാണ് പോകുന്നത്. ഹരിയാനയിൽ സിബിയാണുള്ളത്. സിബി, ഹരിയാനയിൽ നിന്നുള്ള വിവരങ്ങൾ. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഹരിയാനയിൽ ഈ തെരഞ്ഞെടുപ്പ് രംഗത്തിൻ്റെ ഓരോ അന്തരീക്ഷം, അതിൻ്റെ രാഷ്ട്രീയം, ജനങ്ങളുടെ അഭിപ്രായങ്ങൾ ഇതെല്ലാം നൽകുന്നുണ്ടായിരുന്നു നേരത്തെ സിബി ഇപ്പോൾ ഹരിയാനയിൽ തന്നെയാണ് ഉള്ളത്. സിബി, ഗുഡ് മോർണിംഗ്. എവിടെയാണ്, ഹരിയാനയിൽ എവിടെയാണുള്ളത്? ഇന്നലെ റോക്തക്കിലൊക്കെ കണ്ടിരുന്നല്ലോ, ഗുസ്തി പിടിക്കുന്നതൊക്കെ കണ്ടു. ശരത്ത്, ഗുഡ് മോർണിംഗ്. എന്തായാലും ഞാനുള്ളത് ഹരിയാനയിലെ റോഹ്തക്കിൽ തന്നെയാണ്. റോഹ്തക്കിലെ പ്രധാനപ്പെട്ട പോലീസ് ബൂത്തായ ഒരു പോളിടെക്നിക്കാണുള്ളത്. റോഹ്തക്ക് ടൗണിൽ തന്നെയുള്ള ഒരു പോളിടെക്നിക്കാണ്. ഇവിടെയാണ് ഏറ്റവും രാവിലെ തന്നെ നല്ല തിരക്കുണ്ടല്ലോ. അതെ, രാവിലെ തന്നെ നല്ല തിരക്കുണ്ട്. ഇപ്പോൾ ഈ വലിയ നീണ്ട ക്യൂ തന്നെ രാവിലെ ഉണ്ട്. ഇപ്പോൾ ഈ പോളിടെക്നിക്കിന് ഉള്ളിലാണ് വോട്ടർമാരുള്ളത്. എല്ലാവരും തന്നെ ഇവിടെ നിന്ന് കയറ്റി വിടുകയാണ്. എന്തായാലും ഇന്നിപ്പോൾ രാവിലെ മുതൽ തന്നെ വലിയ തിരക്കുണ്ട്. നമുക്കറിയാം, പ്രത്യേകിച്ച് ഈ ഹരിയാനയിലെല്ലാം തന്നെ വളരെ വലിയ രീതിയിൽ അതികഠിനമായ ചൂടാണ്. 45 ഡിഗ്രി മുതൽ 47 ഡിഗ്രി വരെ ചൂട് രേഖപ്പെടുത്തുന്ന ഒരു സംസ്ഥാനം കൂടിയാണ് ഇപ്പോൾ ഹരിയാന എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ രാവിലെ തന്നെ പരമാവധി വോട്ട് രേഖപ്പെടുത്തുക തന്നെയായിരിക്കും വോട്ടർമാർ ലക്ഷ്യമിടുന്നത്. എന്തായാലും അതുകൊണ്ട് തന്നെ ഇന്നിപ്പോൾ രാവിലെ ഒരു 6:30 മുതൽ തന്നെ ഇവിടെ ആളുകൾ എത്തുകയും വലിയ നീണ്ട ക്യൂ തന്നെ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഈ പോളിടെക്നിക്കിന് ഉള്ളിലാണ് വോട്ട് രേഖപ്പെടുത്തുന്നത്. അങ്ങോട്ടേക്കെല്ലാം തന്നെ ഒരു ഏകദേശം 200-200-ലധികം ആളുകളെ ഇപ്പോൾ പോലീസ് കടത്തിവിട്ടിട്ടുണ്ട്. ഇങ്ങനെ ഇവിടെ നിന്നും പോലീസ് ഈ ആളുകളെ വരുന്നതനുസരിച്ച് ഉള്ളിലേക്ക് കടത്തിവിട്ടാണ് വോട്ട് ചെയ്യിക്കുന്നത്. എന്തായാലും വളരെ വലിയൊരു പ്രചരണമാണ് കഴിഞ്ഞ കുറേ മാസങ്ങളായി ഈ ഒരു ഹരിയാനയിൽ നടന്നത്. അതിൻ്റെ ഒരു വലിയൊരു പ്രതിഫലനം ഇപ്പോൾ ആദ്യ മണിക്കൂറുകൾ കാണാൻ കഴിയും. എന്തായാലും വലിയ രീതിയിലുള്ള പ്രചരണം കോൺഗ്രസും BJP നടത്തിയ ഒരു സംസ്ഥാനം കൂടിയാണ് ഹരിയാന എന്ന് പറയുന്നത്. ആ പോളിംഗ് ബൂത്ത് എല്ലാം തന്നെ സജ്ജമാക്കിയിട്ടുണ്ട്. ഏകദേശം 2,76,00,000 വോട്ടർമാരാണ് ഹരിയാനയിൽ മാത്രം ഇന്നിപ്പോൾ ഈ ജനവിധിക്ക് വേണ്ടി ഇന്നിപ്പോൾ പോളിംഗ് രേഖപ്പെടുത്തുക. ഏകദേശം ഈ 20,000-ലധികം പോളിംഗ് ബൂത്തുകൾ സജ്ജമാണ്. 223 സ്ഥാനാർത്ഥികൾ, 10 ലോക്സഭാ മണ്ഡലങ്ങളായി 223 സ്ഥാനാർത്ഥികളാണ് ജനവിധി തേടുന്നത്. വളരെ വലിയ രീതിയിലുള്ള ഒരു പ്രചരണമായിരുന്നു കഴിഞ്ഞ. അതിലൊരു കാര്യം സിബി, ഒരു പ്രധാന കാര്യം, ഇപ്പോൾ ഇവിടെയൊക്കെ മലയാളി വോട്ടർമാരുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. രജീഷിൻ്റെ ഒരു ചോദ്യമാണ്. അതുപോലെ തന്നെ നമ്മുടെ പ്രേക്ഷകരെ, സുഹൃത്തുക്കളൊക്കെ എല്ലാവർക്കും, സ്വാതിക്കും അതുപോലെ എനിക്കും നമ്മുടെ ടീമിനും സിബിക്കും ഒക്കെ ബിഗ് സല്യൂട്ടാണ് രാവിലെ നൽകുന്നത്. നല്ല ഗുഡ് മോർണിംഗ് ആശംസകളൊക്കെ വന്നുകൊണ്ടിരിക്കുന്നു. ഇവിടെ ഇപ്പോൾ ഈ ഹരിയാനയിൽ സഞ്ചരിക്കുമ്പോൾ മലയാളി വോട്ടർമാരെ കാണാനായോ എന്നൊരു പൊതു കാര്യം കൂടി ഒന്ന് സൂചിപ്പിക്കട്ടെ. അങ്ങനത്തെ ഒരു അനുഭവം സിബിക്കുണ്ടായോ? രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യം, ഇപ്പോൾ 2019 താരതമ്യം ചെയ്താൽ അന്ന് ഈ പറഞ്ഞ 58-ൽ 40-ലധികം സീറ്റുകളിൽ കോൺഗ്രസ് മത്സരിക്കുകയും ഒരു സീറ്റിൽ പോലും ജയിക്കാതെ പോവുകയും ചെയ്തതാണ്. പക്ഷേ ഇത്തവണ രാഷ്ട്രീയ അന്തരീക്ഷമാകെ മാറിയിട്ടുണ്ട്. ആ നിലയിലുള്ളൊരു മോദി ഫാക്ടർ, മോദി പ്രഭാവം ഇല്ല എന്നുള്ള ഒരു വ്യക്തമായ ചിത്രം നമ്മുടെ മുമ്പിലുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ കാണുന്നതൊക്കെ വോട്ടായി മാറുകയും ഈ മണ്ഡലങ്ങൾ കോൺഗ്രസിനടക്കം ഇന്ത്യ മുന്നണിക്ക് തിരിച്ചുപിടിക്കേണ്ടതായിട്ടുണ്ട്. BJPക്ക് സീറ്റുകൾ നഷ്ടപ്പെടേണ്ടതായിട്ടുണ്ട്. ഇവിടെ കോൺഗ്രസ്, ആം ആദ്മി സഹകരണം കാര്യമായിട്ടുണ്ട്. ദില്ലിയിലും അത് പ്രകടമാണ്. അപ്പോൾ ഈ തരത്തിൽ 2019 നിന്ന് ഭിന്നമായി എന്ത് പ്രതീക്ഷയാണ് ഇന്ത്യ മുന്നണി ഈ മണ്ഡലങ്ങളിൽ, ഈ സംസ്ഥാനങ്ങളിൽ വെച്ചു പുലർത്തുന്നത്? അതേസമയം BJPക്ക് ആശങ്ക കാര്യമായിട്ടും ഉണ്ടോ? ശരത്ത്, തീർച്ചയായും ഇപ്പോൾ ഇവിടെ നമുക്ക് മലയാളികളായ കുറേ വോട്ടർമാരെയൊക്കെ നമുക്ക് നേരത്തെ ഈ പോകുന്ന വഴിയിലൂടെ എല്ലാം തന്നെയൊക്കെ കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. അവരുമായി നമ്മൾ സംസാരിച്ചിട്ടുണ്ട്. നമുക്ക് ലഭിക്കുന്ന ഒരു കൃത്യമായി വരുന്ന ഗ്രൗണ്ടിൽ നിന്ന് ലഭിക്കുന്നത്, നമുക്കറിയാം 2019-ൽ 10 ലോക്സഭാ മണ്ഡലങ്ങളിൽ 10 സീറ്റ് നേടിയൊരു സമ്പൂർണ്ണ ജയമായിരുന്നു BJPക്ക് ഹരിയാന നൽകിയത്. പക്ഷേ ഇത്തവണ കാര്യങ്ങൾ അത്ര ശുഭകരമല്ല എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പ്രത്യേകിച്ച് കർഷക രോഷം ഏറ്റവും കൂടുതൽ ഉയരുന്ന ഒരു സംസ്ഥാനമാണ് ഹരിയാന എന്ന് പറയുന്നത്. ഹരിയാനയിലൊരു ജീവിതം എന്ന് പറയുന്ന ഒന്ന് കൃഷിഭൂമി, കർഷകരാണ്, കന്നുകാലി വളർത്തലാണ്, മറ്റൊന്ന് ഗുസ്തിയാണ്. അങ്ങനെ എല്ലാ മേഖലയും എടുത്തു നോക്കുമ്പോൾ അവിടെ എല്ലാം നിലയും BJPക്ക് ഇത്ര തവണ ഒരു വലിയ തിരിച്ചടി നേരിടുമെന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ. ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ ഗുസ്തി പിടിക്കേണ്ട അവസ്ഥയാണോ? എന്താണ് അവർ പറയുന്നത്? തീർച്ചയായും ജീവിതം മുന്നോട്ട് പോകാൻ വേണ്ടി ഗുസ്തി പിടിക്കേണ്ട ഒരു അവസ്ഥ തന്നെയാണെന്നുള്ളതാണ് ഈ വോട്ടർമാർ പറയുന്നത്. കഴിഞ്ഞ ദിവസമെല്ലാം തന്നെ നമ്മൾ വാർത്തകൾ നിരവധി ആളുകളുടെ, പ്രത്യേകിച്ച് ഇവിടെ നമുക്കറിയാം, ഇവിടെ ജാട്ട് സമുദായമുണ്ട്, രജപുത്ര സമുദായമുണ്ട്, അങ്ങനെ നിരവധി സമുദായങ്ങളുണ്ട്. ഈ സമുദായങ്ങളെല്ലാം തന്നെയും ഇത്തവണ BJPയെ കൈവിട്ടു എന്ന് തന്നെയാണ് നമുക്കൊരു ഗ്രൗണ്ട് ലെവലിൽ മനസ്സിലാക്കാൻ കഴിയുന്നത്. പ്രത്യേകിച്ച് നാണ്യവിളകൾക്ക് മിനിമം താങ്ങുവില വേണമെന്നൊരു ആവശ്യം ഉന്നയിച്ചുകൊണ്ട് ദില്ലി ചലോ മർച്ച നടത്തിയപ്പോൾ അതിൻ്റെ ഒരു ആദ്യ മുദ്രാവാക്യം മുഴങ്ങിയ ഒരു സംസ്ഥാനം കൂടിയാണ് ഹരിയാന. ഹരിയാനയിൽ നിന്നാണ് വലിയ തോതിൽ ഇത്തരത്തിൽ വോട്ടർ വലിയ തോതിൽ കർഷകർ ഈ ദില്ലി അതിർത്തിയിലേക്ക് എത്തിയത്. ആ ഒരു വലിയ ഒരു മോദിക്കെതിരായ ഒരു വികാരം ഈ ഒരു കർഷക വോട്ടുകൾക്ക്
അത് ഏറെ നിർണായകമാകുമെന്ന കാര്യത്തിൽ സംശയമില്ല. എന്തായാലും അതുമാത്രമല്ല, ഈ ഗുസ്തി മേഖല നോക്കിയാൽ ഇപ്പോൾ നമുക്കറിയാം, രണ്ടാമത് ഗുസ്തി മേഖല നോക്കിയാലും അവിടെ ഈ ബ്രിജ് ഭൂഷണെതിരെ എല്ലാം തന്നെ വളരെ വലിയ രീതിയിൽ ലൈംഗിക പീഡന പരാതി വരികയും പിന്നീട് എന്താണ് സംഭവിച്ചതെല്ലാം തന്നെ നമുക്കറിയാം. അത് നരേന്ദ്രമോദി ബ്രിജ് ഭൂഷണെ സംരക്ഷിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. ബ്രിജ് ഭൂഷണിൻ്റെ മകൻ കരൺ ഭൂഷൺ ഇത്തവണ UP-യിൽ സ്ഥാനാർത്ഥി കൂടിയാണ്. അങ്ങനെ എല്ലാം തന്നെയും ആ രീതിക്കും വളരെ വലിയൊരു തിരിച്ചടി അല്ലെങ്കിൽ ഒരു വലിയ വികാരമുണ്ട്. പ്രത്യേകിച്ച് പ്രചരണ സമയത്ത് പോലും BJP സ്ഥാനാർത്ഥികൾക്ക് പല മണ്ഡലങ്ങളും കർഷക ഗ്രാമങ്ങളിൽ വോട്ട് ചോദിക്കാൻ എത്താത്ത ഒരു സാഹചര്യം കൂടി ഈ ഒരു ഹരിയാനയിൽ ഉണ്ടായിരുന്നു. മാത്രമല്ല അമിത്ഷായുടെ റാലികൾ പോലും ഈ ഒരു കർഷക രോഷത്തെ തുടർന്ന് മാറ്റിവെക്കേണ്ട സാഹചര്യമുണ്ടായി. അങ്ങനെ വളരെ വലിയ രീതിയിൽ കർഷക രോഷം പുകഞ്ഞ ഒരു സംസ്ഥാനം കൂടിയാണ് ഹരിയാന. പ്രത്യേകിച്ച് ഏറ്റവും കൂടുതൽ കർഷകർ എന്ന് പറയുന്നത് ജാട്ട് വിഭാഗമാണ്. ഈ ജാട്ട് വിഭാഗമെല്ലാം നിലയും 2019 പൂർണ്ണമായും BJPക്ക് പിന്തുണ നൽകിയ സംസ്ഥാനമാണ്. 2019 രാഷ്ട്രീയ സാഹചര്യം അന്ന് പുൽവാമ ആക്രമണം ഏറ്റവും അധികമായി രാഷ്ട്രീയ നേട്ടമുണ്ടാക്കിയ, അല്ലെങ്കിൽ മോദി പുൽവാമ ആക്രമണം രാഷ്ട്രീയ നേട്ടമായി ഉണ്ടാക്കിയപ്പോൾ ആ പുൽവാമ ആക്രമണത്തിൻ്റെ ഭാഗമായുള്ള രാഷ്ട്രീയ നേട്ടം 2019 BJPക്ക് ഇവിടെ ലഭിക്കുകയും ചെയ്തു. പക്ഷേ ഇത്തവണ അതുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ അഗ്നിവീർ പദ്ധതി, നരേന്ദ്രമോദി സർക്കാരിൻ്റെ അഗ്നിവീർ പദ്ധതി, അതും ഏറെ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു സംസ്ഥാനമാണ് ഹരിയാന. ഇവിടെ ഈ ആളുകൾ പറയുന്നത് ഇവിടെ ഹരിയാനയിലെ ഓരോ ഗ്രാമങ്ങളിലും ഒരു 50-ലധികം പട്ടാളക്കാർ അല്ലെങ്കിൽ മിലിറ്ററിക്കാർ ഉണ്ടെന്നുള്ള ഓരോ ഗ്രാമങ്ങളിൽ പോലും അത്രയധികം ഈ ഒരു സൈനിക മേഖലയുമായി ബന്ധപ്പെട്ടുകൊണ്ട് രാജ്യത്തെ ജവാന്മാരെ സംഭാവന നൽകുന്ന ഒരു സംസ്ഥാനം കൂടിയാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു അഗ്നിവീർ പദ്ധതിയെല്ലാം തന്നെയും വളരെ വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു സംസ്ഥാനം കൂടിയാണ് ഹരിയാന. ഇതിനെതിരെല്ലാം തന്നെയും വളരെ വലിയ രീതിയിലുള്ള അമർഷം ഈ ഒരു ഹരിയാനയിലുണ്ട്. പ്രത്യേകിച്ച് ഇവർ പറയുന്നത് അഗ്നിവീർ പദ്ധതി പോലുള്ള പദ്ധതിയെല്ലാം തന്നെ നടപ്പാക്കുമ്പോൾ വെറും 4 വർഷം കൊണ്ട് എങ്ങനെയാണ് ഈ ആളുകൾക്ക്, അല്ലെങ്കിൽ ഒരു യുവാവിനെ സംബന്ധിച്ച് 4 വർഷം കൊണ്ട് എങ്ങനെയാണ് രാജ്യത്തിലെ എല്ലാ ബോർഡുകളിലും ജോലി ചെയ്യാൻ കഴിയാതെ 4 വർഷം കഴിയുമ്പോൾ അവരുടെ ജീവിതം എങ്ങനെയാവും, അങ്ങനെ നിരവധി കാര്യങ്ങൾ ഇവർ ചോദിക്കുന്നു. യുവാക്കളുടെ ജീവിതം വഴിമുട്ടുന്ന ഒരു സാഹചര്യം കാര്യങ്ങൾ. സിബിപ്പോ ഹരിയാനയിലെ റോഹ്തക്കിൽ നിന്ന് തത്സമയം നമ്മളോട് രാവിലെ സംസാരിച്ചപ്പോൾ ഹരിയാനയുടെ ഒരു പൊതു അന്തരീക്ഷം, തെരഞ്ഞെടുപ്പ് രംഗത്തെ, പ്രചാരണ രംഗത്തെ സജീവമായ ആ കാഴ്ചകൾ, അത് പോളിംഗ് ബൂത്തിൽ രാവിലെ തന്നെ പ്രകടമാണ്. വലിയ തോതിൽ ആളുകൾ രാവിലെ തന്നെ എത്തുന്നു. ചൂടൊരു പ്രധാനപ്പെട്ട ഘടകം തന്നെയാണ്. ചൂട് കൂടുന്നതിന് മുമ്പ് വോട്ട് ചെയ്തു പോവുക എന്നതുണ്ടാകാം. പക്ഷേ പ്രചാരണത്തിൽ ഇപ്പോൾ സൂചിപ്പിച്ച വിഷയങ്ങൾക്ക് ലഭിക്കുന്ന വലിയ സ്വീകാര്യത എന്നുള്ളത് കൊണ്ട് തന്നെ ഒരു തെരഞ്ഞെടുപ്പിനെ കുറെ കൂടി പ്രതികരിക്കാൻ ആളുകളെ പ്രേരിപ്പിച്ചേക്കാം, വോട്ടർമാരെ പ്രേരിപ്പിച്ചേക്കാം. ഹരിയാനയിലൊക്കെ അത് വളരെ പ്രകടമായിരുന്നു എന്നുള്ളതാണ് മറ്റൊരു സവിശേഷത. കർഷക ഗ്രാമങ്ങളിലൊക്കെ BJPക്ക് നേരെ വലിയ പ്രതിഷേധം, കരിങ്കൊടി പ്രതിഷേധം, അതുപോലെ തന്നെ വിലക്ക്, ഈ റാലികൾ റദ്ദാക്കൽ, ഇതൊക്കെ സംഭവിച്ചിരുന്നു.